അല്ല ഞാൻ ചോദിക്കട്ടെ, അടുക്കളയിൽ പോകാൻ ഇത്രയും നേരം ഞാൻ ഉണ്ടാക്കി ഒരു നല്ലതായിട്ട് വാക്കുണ്ടോ? നന്നായിട്ടുണ്ട് നെഗറ്റീവായിട്ട് വരും. ആ അപ്പം ഉണ്ടാക്കിയ ദിവസം ആദ്യം ഇത് വെന്തിട്ടില്ല കേട്ടോ. എന്താടാ കൂടുതൽ വെന്തോ? ഇച്ചിരി ബലം വെച്ച പോലെ ഉണ്ട്. മേലോട്ട് ഒഴിയാൻ പറ്റില്ല, കീഴോട്ട് ഒഴിയാൻ പറ്റില്ല. ഈ കൈതമുള്ളെന്ന് പറയില്ലേ ഗൈസ്, അതാണ് സംഭവം. സൂക്ഷിക്കണം. പിണക്കത്തിലാണോ ഞാനെന്നുണ്ടാക്കിയ കറി രസമില്ല എന്ന് പറഞ്ഞുകൊണ്ട്? ആ കുറച്ച് പിണക്കൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചോറ് പിഞ്ഞും വാങ്ങിച്ച് കഴിച്ചിരുന്നല്ലോ, കൂട്ടാൻ നന്നല്ലേ കഴിക്കോ? എന്തിനാ നാളെ ലീവ്? നാളെ ലീവ് ഒന്നുമില്ല. എന്തിന്? സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആണ് ഞാൻ. സെക്കൻഡ് സ്റ്റാൻഡേർഡ്. കുറെ ദിവസത്തെ ദോശ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയിരിക്കുകയാണ് അമ്മു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചൂടല്ലേ, നേരത്തെ ഒരു വഴിയായി പാവം. തേങ്ങാ ചട്ടണി, വാവ്. കുറച്ചേരം ഫാനിലോട്ട് പോയിരുന്നു. അയ്യോ നമുക്ക് നേരമില്ല, അതൊക്കെ 8 മണിയാവരായി. പെട്ടെന്ന് നമുക്ക് പോകണ്ടേ? ആ ശരി, നാട്ടിരിക്കും. നമുക്ക് വൈകുന്നേരം ഉണ്ടോ? എന്താടാ കൂടുതൽ വെന്തോ? ഇച്ചിരി ബലം വെച്ച പോലെ ഉണ്ട്. എന്താ കഥ? ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ദേ അമ്മു റെഡിയായി കുട്ടീനെ കൊണ്ട്. എവിടെ എൻ്റെ മൂട്ടിൽ കിടന്ന് കറങ്ങണ്? അല്ലെങ്കിലേ കാണത്തില്ല. അടുത്തു വാ അടുത്തു വന്നാട്ടെ. ആയിക്കോട്ടെ, അങ്ങോട്ട് ഇറങ്ങിക്കോ, റോഡിലേക്ക് ഇറങ്ങിക്കോ. അച്ഛൻ വണ്ടി എടുത്തിട്ട് വരട്ടെ. ആ ചാണകത്തിൽ ചവിട്ടരുത് കേട്ടോ, അതിന്റെ ഭംഗി കളയരുത്. നല്ല ഭംഗിയിലിരിക്കുകയാണ്. ഇറങ്ങട്ടെ. പരിപ്പ് വട, പക്കവട, പരിപ്പ് വട കഴിച്ചോക്ക്. കഴിക്കാൻ വയ്ക്കുണ്ടാവില്ല അല്ലേ? ഇതപ്പോ രാവിലെ കിട്ടണ സാധനം. ഒരു പൊട്ടെടുത്തോ? എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഞാൻ ആദ്യം തരുന്നില്ലല്ലോ. 1 മണി കഴിഞ്ഞു. എന്തെങ്കിലും നേരത്തെ കഴിക്കാൻ, അല്ലെങ്കിൽ എന്ന് ഈ പറയണ പോലെ 2 മണിയാവും. കഴിക്കാൻ വിശക്കണുണ്ട്. ഞാൻ ദോശ എന്തെങ്കിലും ദോശ അതിനകത്ത് നിങ്ങൾക്ക് ദോശ കഴിച്ചാല് എനിക്ക് വേണ്ട തന്നെ. എന്താ ദോശങ്ങളെ പിടിച്ച് കടിച്ചാ? അത് നിങ്ങള് ഉഴുന്ന് ചേർക്കണേ ദോശയിൽ. ഉള്ളതല്ല ചേർത്ത, ഉലുവയില്ല, ഒന്നുമില്ല. ഞാനെന്താ കാട്ടുന്നത്? അതുകൊണ്ട് തന്നെ സാധനം നേരാവാത്ത ഇച്ചിരി ബലം വെച്ചിരിക്കുന്നു. ഞാൻ കണ്ടത് വെള്ളത്തിൽ ഇട്ടതിന്റെ ഇട്ടാണ്, തപ്പിയിലൊന്നും കിട്ടിയില്ല. ആ സാധനം ഇട്ടതിന് ശേഷമാണ് കാണുന്നത്. തീരല്ല, നല്ല ബലം ഉണ്ടല്ലോ. റബ്ബർ ഷീറ്റ് പോലെയാണ് ഇപ്പൊ ദോശ വരുന്നത്. ഞാൻ പറയണ്ടേ, എനിക്കറിയോ. 1:15 ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. എന്തൊക്കെയാണ്? മുരിങ്ങക്കായും മാങ്ങയും കൂട്ടാൻ, ഉണക്കൽ വറുത്തത്, അച്ചാറ്, റൈത്ത. റൈത്ത ഇതെന്താ ബിരിയാണിയാ? റൈത്ത ഫൈബർ കണ്ടന്റ് എന്തെങ്കിലും ചെല്ലണോ വെച്ചിട്ട് ഉണ്ടാക്കിയതാ. എന്നിട്ട് ഇതുണ്ട് തൈര്. ഇത്രേ ഉള്ളൂ. അച്ചാറല്ലേ മതി. നാളെ മറ്റന്നാളല്ലേ വാക്കുട്ടിയുടെ പിറന്നാള്. അപ്പൊ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കാം. നാളെയും കൂടി നമുക്ക് ഇങ്ങനെ ഉരുട്ടാം. അല്ല, നാളെ എന്തെങ്കിലും കറി എന്തെങ്കിലും ഉണ്ടാക്കാം. എങ്ങനെയുണ്ട് കൂട്ടാൻ? ഞാൻ അങ്ങോട്ട് ചോദിക്കണം, എങ്ങനെയുണ്ട് കൂട്ടാൻ? കുഴപ്പമില്ല. മാങ്ങേന്റെ കുറച്ച് മധുരം കൂടുതലുണ്ടോ എന്ന് സംശയമുണ്ട്. നമുക്ക് മധുരമുള്ള മാങ്ങ തന്നെ അങ്ങനെ തന്നെ. ഞാൻ പുളി ഉണ്ടാവും വിചാരിച്ചു, അതുകൊണ്ട് ആ പുളിക്ക് വേണ്ടി 3-4 തക്കാളി ഇട്ടിട്ടുണ്ട്. എന്നിട്ടേ ഇത്ര പുളി ഇത്രയും ഉണ്ടാവില്ല. ശരിക്കും മാങ്ങ ഈ കൂട്ടാനില് തക്കാളി ഒന്നും ഇടില്ല. മാങ്ങ പുളി ഇല്ലാത്തോണ്ട് ഇട്ടതാ. അല്ല ഞാൻ ചോദിക്കട്ടെ, അടുക്കളയിൽ പോകാൻ ഇത്രയും നേരം ഞാൻ ഉണ്ടാക്കി ഒരു നല്ലതായിട്ട് വാക്കുണ്ടോ? നന്നായിട്ടുണ്ട് നെഗറ്റീവായിട്ട് വരും. ആ അപ്പം ഉണ്ടാക്കിയ ദിവസം ആദ്യം ഇത് വെന്തിട്ടില്ല കേട്ടോ, പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓ സൂപ്പർ കേട്ടോ, സൂപ്പർ വിശ്വസിക്കണ്ടേ. ചുട എടുത്താല് ആദ്യം അങ്ങനെ നമുക്ക് തോന്നാം, പിന്നെ എടുത്ത് കഴിക്കുമ്പോഴേ അതിൻ്റെ ഇത് അറിയുള്ളൂ. നെഗറ്റീവ് കമന്റ്സ് ആദ്യം വന്നോളൂ. അല്ല ഇത് മാങ്ങ ഇച്ചിരി പഴുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ് കുറച്ച് മുമ്പിൽ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നെഗറ്റീവായിട്ട് പറഞ്ഞല്ല, സംഭവം ടേസ്റ്റ് ഉണ്ട്, രസമുണ്ട്. നന്നായിട്ട് രസമുണ്ടേ. ആയിക്കോട്ടെ, താങ്ക് യു. ശരി,
മേലോട്ട് ഒഴിയാൻ പറ്റില്ല, കീഴോട്ട് ഒഴിയാൻ പറ്റില്ല. ഈ കൈതമുള്ളെന്ന് പറയില്ല ഗൈസ്, അതാണ് സംഭവം. സൂക്ഷിക്കണം. എടാ, ഈ എരിവുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാലേ എന്തെങ്കിലും മധുരം കഴിക്കണം തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടോ ഇവിടെ സ്വീറ്റ്സ് ആയിട്ട്? മൊത്തം തീർന്നില്ലേ? ശരിയല്ലേ ഉണ്ണിയപ്പം? ഇനി എന്തെങ്കിലും ഈ സൺഡേ പായസം ഉണ്ടാക്കാം. നെക്സ്റ്റ് വീക്ക് വേണമെങ്കിൽ പഴംപൊരി നോക്കാം. റിയലി? യെസ്, പായസം പിന്നെ കുഞ്ഞാവന്റെ പായസമാണ്, ബർത്ത്ഡേ പായസം. പഴംപൊരി ഉണ്ടാക്കാം നെക്സ്റ്റ് വീക്ക്. അതാകുമ്പോ പിന്നെ വലിയ സ്വീറ്റ്നെസ്സും ഉണ്ടാവില്ല. ഓക്കെ, ബട്ട് ഇപ്പോൾ എന്തുണ്ടാക്കും, എന്ത് കഴിക്കും മധുരത്തിന്? പഞ്ചസാര കഴിച്ചോളൂ, ശർക്കര കഴിച്ചോളൂ. നാളെ ഓർമ്മിപ്പിക്കുന്ന നേരത്ത് ചിരിക്കാനോ? ആ അവിടെ ഒന്നുമില്ല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ വന്ന് സ്വീറ്റ് ബോക്സ് വാങ്ങിച്ചു തരുമോ? അതിലുണ്ടാവില്ലേ? എനിക്ക് അത്ര സ്വീറ്റ് ആവശ്യമില്ലേ, ലേശം എടുത്തോളൂ. ഓവർ കലോറി അല്ലേ? അപ്പൊ ഇന്നലെ അന്നുണ്ടാക്കിയ ഉണ്ണിയപ്പത്തിൽ നല്ല സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നല്ലോ, അതും എങ്ങനെ കഴിച്ചോ? ഉണ്ണിയപ്പത്തിന് മാത്രം ന്യൂട്രീഷൻ വാല്യൂ പ്രശ്നം. ഞാൻ കണ്ടതാണ്. ഇവിടുന്ന് രണ്ടാനടുത്ത് മുകളിൽ പോണു, പിന്നെ താഴെ വന്നു, പിന്നെ പതുക്കെ പൂച്ച എന്തോ തപ്പി നടക്കില്ലേ, അതുപോലെ പിന്നെ അറിയാതെ കൊണ്ടു. നല്ലതാണ്, കഴിച്ചോ? കഴിക്കാൻ തന്നെ ഉണ്ടാക്കിയ. പക്ഷെ ഈ സീനാണ് ചിരി വരുന്നത്. ഭയങ്കര ഷുഗർ യാത്ര, അങ്ങനെ യാത്ര. ഉണ്ണിയപ്പത്തിന് ഷുഗർ ഒന്നും ഇല്ലേ? നല്ല മധുരം ഉണ്ടായിരുന്നു. 4 പഴം എടുത്ത് ഞാൻ, 4 പഴം, മീഡിയം സൈസ് പഴം. അപ്പോഴേ സ്വീറ്റ്നെസ് ഉണ്ടാവുന്നത്. ശർക്കര, പിന്നെ ഗോതമ്പും അരിപ്പൊടിയും, ഇത്രയേ ഉള്ളൂ അതിലെ കണ്ടന്റ്. അല്ലെങ്കിൽ കുട്ടീനെ കൊണ്ടുവരുമ്പോ സ്വീറ്റ് ബോക്സ് വേണ്ട. സ്വീറ്റ് കണ്ടാലേ എല്ലാവരും അത് തിന്നിട്ടേ എല്ലാവരുടെയും ബേസിക് ഷുഗർ ലെവൽ കൂടും. ഈ പണ്ട് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് റയറായിട്ട് കിട്ടിയുമ്പോൾ അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടേസ്റ്റ് ഫീൽ ചെയ്യായിരുന്നു ഒരു കാലത്ത്. ഇപ്പം നമുക്ക് ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ സ്വീറ്റ്നെസ് ഫീൽ ചെയ്യില്ല. കാരണം എന്താ അറിയോ, നമ്മളതല്ലാതെ ആർട്ടിഫിഷ്യൽ ഷുഗർ കഴിച്ച് നമ്മുടെ ഷുഗർ ബേസ് ലെവലേ ഒരുപാട് ഉയരത്തിലെത്തി. കുട്ടികൾക്ക് ഫ്രൂട്ട്സ് കൊടുത്തൊക്കെ കഴിക്കില്ല. സ്വീറ്റായിട്ട് ഒന്നും കഴിക്കാൻ കിട്ടാഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് ഹണി എടുത്ത് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. കഴിയാറായി. മധുരത്തിന് മിൽക്ക് ബിക്കീസ് ഒപ്പിച്ചിട്ടുണ്ട്, ഇത് മതി. എന്താ ഉറങ്ങാണോ ബേബി? ഉറങ്ങല്ല, കിടക്കുക. എന്താ പിണക്കത്തിലാണോ? എന്തിന്? ഞാനൊന്നുണ്ടാക്കിയ കറി രസമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. കുറച്ച് പിണക്കൊക്കെ ഉണ്ട്. എന്താണ് അങ്ങനെ ഇഞ്ചി ഇടിച്ച് മങ്കിയെ നന്നല്ലാന്ന് പറഞ്ഞ? അല്ല, എന്നാലും അപ് ടു ദ മാർക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത്. അത് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പബ്ലിക്കായി പറഞ്ഞപ്പോ ആയിക്കോട്ടെ, സ്വയം ഉണ്ടാക്കിയാൽ മതി. സാമ്പാർ ഉണ്ടാക്കണ്ടല്ലോ, അതുപോലെ ഉണ്ടായിക്കോളൂ. കഴിഞ്ഞില്ലേ? എനിക്കറിയില്ലല്ലോ. അതിപ്പോ യൂട്യൂബ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുറ്റം പറയാനല്ലേ അറിയുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചോറ് പിഞ്ഞും വാങ്ങിച്ച് കഴിച്ചിരുന്നല്ലോ, കൂട്ടാൻ നന്നല്ലേ കഴിക്കോ? ഇത് മാത്രം നന്നല്ലാന്ന് ഇപ്പൊ എല്ലാരും മുന്നും പറഞ്ഞപ്പോ എന്താ അർത്ഥം? അല്ല, യാക്ക് അങ്ങനെ എന്താ ഫീൽ ചെയ്ത പോലെ എനിക്ക് കൂട്ടാൻ നന്നായിരുന്നു. അത് മാങ്ങ മധുരം ഉണ്ടായിരുന്നു, അതെന്റെ ഒരു കുഴപ്പം. പുളിയായിരുന്നെങ്കിൽ ഇനി നന്നായിട്ടുണ്ടാവും. ആ പുളിക്ക് വേണ്ടി ഞാൻ തക്കാളി 3 ഇട്ടു, എന്നാലും പോരാ, പുളി ഇനിയും പുളിക്കണം. അതാണ് സംഭവം. അത് കൂട്ടാൻ നല്ല രസം ഉണ്ടായിരുന്നു, ഞാൻ ഇല്ലയൊന്നും പറയില്ല. അതന്നെ ഞാനും പറഞ്ഞേ, രസം ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. അതിപ്പോ ചോറ് ഉണ്ടപ്പോ കണ്ടപ്പോ തന്നെ മനസ്സിലായി. 4-5 ചട്ടകം എക്സ്ട്രാ എടുത്തില്ലേ? എനിക്ക് ക്ഷീണണ്ടേ, അല്ലാതെ ഒരു വൈക്ലഭ്യം ഇല്ല. ശരി ശരി, കുറ്റം പറയില്ല. എന്തിന്റെ? എന്താ കുറച്ച് ക്യാമറ ഓഫ് ആക്കിയപ്പോ എന്റെ അടുത്ത് പറഞ്ഞ രാവിലെ നീട്ട് ധൃതി കൂടി വെപ്രാളത്തിൽ ഇത്രയും ഉണ്ടാക്കുന്നതിന് വലിയ കാര്യം. നീ കുറ്റം പറഞ്ഞിരുന്ന ഡെയിലി തൈര് തന്നെ കേട്ടോ. തൈര് അച്ചാറ്, വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കില്ല. തന്താനം ഉണ്ടായിക്കോ. സാമ്പാർ ഉണ്ടാക്കണ്ടല്ലോ, അതെങ്ങനെയൊക്കെയോ ഉണ്ടാക്കി, അതിൽ എക്സ്പേർട്ട് ആയില്ലേ. അതുപോലെ എല്ലാത്തിലും എക്സ്പേർട്ട് ആയിക്കേ. ഇതെല്ലാം ഉണ്ടാക്കി തരും വേണം, നല്ല വെട്ടി വിഴുങ്ങും ചെയ്യുന്നിട്ട് കുറ്റം പറയും ചെയ്യാന്ന് വെച്ചാലേ പറ്റില്ല. വളരെ നന്നായിട്ടുണ്ട്. സീരിയസ് ആയിട്ട് പറയാ, കളിയാക്കണേ. നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. എന്താണ് എന്താ പറഞ്ഞല്ലോ? 2 ബിസ്ക്കറ്റ് എനിക്ക് എടുത്താൽ നല്ല വെട്ടി വിഴുങ്ങിയില്ലേ മാത്രം. 2 ബിസ്ക്കറ്റ് വേണം എന്ന് പറയുന്നത് മാന്യത. അതിന്റെ വാലായിട്ട് ഞാൻ വെട്ടി വിഴുങ്ങിന്ന് പറയണതിന്റെ ഉദ്ദേശം എന്താ? അതൊരു ഫ്ലോയില് വന്നതാ. 2 ബിസ്ക്കറ്റ് എടുത്തു തരുമോ പ്ലീസ്? അത് എടുത്ത് തരുമെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ എടുത്തു തരും. അല്ല, എനിക്ക് കിട്ടിയത് അത്രയും നല്ല. വെട്ടി വിഴുങ്ങുമ്പോ ഞാൻ ആ കുറ്റബോധം കൊണ്ട് എടുത്തു തരുന്ന എഴുതിയിട്ടാണോ? നെവർ. സോറി പറഞ്ഞു പറ്റൂ. സോറി പറയൂ. ബുദ്ധിമുട്ടുണ്ടാവും, അറിയാം, നിങ്ങൾക്ക് അറിയാം. കേക്കില്ലേ? എന്തോ പറഞ്ഞില്ലേ? എന്താ? സോറി പറയൂ. സോറി.
എന്തിന് ഞാൻ അത്രമാത്രം തെറ്റ് ചെയ്തോ? ഇല്ല, എന്നാലും ശ്രമിച്ചു നോക്ക്, ചിലപ്പോ പറ്റും. ശ്രമിച്ചാ പറ്റും. ബുദ്ധിമുട്ടില്ല, തോന്നുകയാണ് ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഒരു വട്ടം വന്നാൽ ഞാൻ തെറ്റ് ചെയ്തിട്ട് വേണ്ട സോറി പറയാൻ. പ്ലീസ് രണ്ടെണ്ണം. എന്നാലും വാങ്ങിന്ന് വരില്ല. തെറ്റ് ചെയ്താ ഇതാണ് നമ്മൾ ആണുങ്ങളുണ്ടല്ലോ, ഇത് തന്നെയാണ് നമുക്ക് പണി. ഇവരുടെ അടുത്ത് സോറി പറയല്. ഇവരുടെ വായിന്ന് ആ ഒരു വേർഡ് ഉണ്ടല്ലോ, ആ ഡിക്ഷണറിയിൽ നിന്ന് തന്നെ അവർ ഡിലീറ്റ് ചെയ്തിരിക്കുന്നതായ സാധനം സോറി. അങ്ങനൊന്നുമില്ല. ഞാൻ തെറ്റ് ചെയ്താൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, സോറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്യാമറയുടെ മുമ്പിൽ പറയില്ല. ഇപ്പൊ ചെയ്തിട്ട് ശരി, ഓക്കെ സോറി. താങ്ക് യു. മഴ ചാടി കൂടി അയ്യോ, അപ്പൊ കുട്ടീനെ ഞാൻ എങ്ങനെ കൊണ്ടുവരും? ഇപ്പൊ ചാറുണ്ടോ? ഇല്ലല്ല, അപ്പൊ ചാറിനില്ല. ഈ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് കൊണ്ടുവന്നാലോ? സ്കൂളിലെത്തി. സ്കൂള് വിട്ടിട്ടില്ല, 1-2 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. ഇന്ന് നല്ല ക്ലൗഡിയാണ്, വെയിലിനൊന്നും വലിയ ചൂടില്ല. നാളെ മര്യാദക്ക് പൊക്കോണ്ട് സ്കൂളിൽ കിട്ടാ. എന്തിനാ നാളെ ലീവ്? നാളെ ലീവ് ഒന്നുമില്ല. എന്തിന്? സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആണ്. ഓ, സെക്കൻഡ് സാറ്റർഡേ. എങ്ങനെ? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. എന്നിട്ട് പറഞ്ഞ സെക്കൻഡ് സ്റ്റാൻഡേർഡ്. സാറ്റർഡേ കുഞ്ഞാലിക്കുട്ടി. സാറ്റർഡേ വരാത്ത വായില്. സെക്കൻഡ് സാറ്റർഡേ. സാറ്റർഡേ ഫ്രൈഡേ സാറ്റർഡേ ഇല്ലേ? ആ സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ. ക്ലാസ്. ലാസ്റ്റ് വ്ളോഗ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് നേരെ ഒരുപാട് വൈകി. 7:30 മണിയായി. സാധാരണ നമ്മുടെ ഡിന്നർ ടൈമൊക്കെ കടന്നു പോയി. അമ്മ ഞാൻ ഇനി ഇറങ്ങി വരുന്നുണ്ടാവില്ല, ദോശ ഉണ്ടാക്കി കൊടുക്കില്ല എന്ന് എഴുതി കടന്നു. ഇനി ഉണ്ടാക്കി കൊടുക്കട്ടെ, പാവം വിശന്നിരിക്കുകയാണ്. ഉപ്പുമാള് കണ്ട് മതിയെന്നറിയാം. അപ്പൊ ആ നിർത്തിച്ച് പോയി കിടന്നു. അയ്യ വരണം കാണാനില്ല, ഞാൻ പോയി കിടന്നു. നിങ്ങൾക്ക് ദോശ വേണോ മുട്ട വേണോ? ആ മാത്രം മതി. മുട്ട മതിയോ? എവിടെ കൊണ്ടിട്ടാവും? പാത്രങ്ങളെ ശരിയോ? ഞാൻ മേടിക്കണ്ടേ ഒരു പച്ചയും സ്റ്റീലിന്റെ ഒരെണ്ണം അതും മേടിക്കണ്ട്. ഒരെണ്ണം മേടിച്ചത്. നാളെ വാഗക്കുട്ടിക്ക് സ്കൂളില്ല. നാളെന്താ 2ാം ശനിയോ അങ്ങനെ എന്തോ ഒരു ശനിയാണ് ജൂണില്. അപ്പൊ നാളെ ലീവാണ്. വാവേനെ കടിച്ചോ? വാവയുടെ നാക്കുമ്പോ ഇത് മുറി ഉണ്ടോ? ഒന്നോട് ലൈറ്റ് ഇട്ടിട്ട് ആ ഒരു കുഞ്ഞ് മുറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാക്ക് കടിച്ചു. കഴിച്ചോടോ? അതന്നെ എന്നെ കണ്ടായി ഓടിയത്. നാളൊക്കെ ദിവസം കഴിക്കാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റുള്ളവർക്ക് വീണ്ടും കാണാം. ബൈ.